എല്ലാ വെള്ളിയാഴ്ച രാവിലെ 8:30 ഷിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. 122ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജനുവരി മാസം 30 വെള്ളിയാഴ്ച വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. കഴിഞ്ഞ ആഴ്ചയിൽ നിത്യത്തിലേക്ക് പ്രവേശിച്ച പാസ്റ്റർ PV കുരുവിളയുടെ ശവസംസ്കാര ശുശ്രൂഷകൾ ഇന്നും നാളെയുമായി ഷിക്കാഗോയ്ക്ക് അടുത്തുള്ള കനോഷ്യ ബൈബിൾ ചർച്ചിൽ വെച്ച് നടക്കും. ഇന്ന് വൈകിട്ട് 5 മണിക്ക് അവിടെ ആരംഭിക്കുന്ന അനുസ്മരണ സമ്മേളനം 9 മണിയോടുകൂടെ സമാപിക്കും. നാളെ രാവിലെ 9 മണിക്ക് ശവസംസ്കാര ശുശ്രൂഷകൾ കനോഷ്യ ബൈബിൾ ചർച്ചിൽ വെച്ച് ആരംഭിച്ച് ഉച്ചയോടുകൂടെ ശവസംസ്കാര ശുശ്രൂഷകൾ പൂർത്തീകരിക്കും. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു നിത്യത്തിലേക്ക് പ്രവേശിച്ച പാസ്റ്റർ PV കുരുവിള. ഏകദേശം നൂറ്റാണ്ടിന് മുമ്പ് അമേരിക്കയിൽ എത്തിച്ചേർന്ന അദ്ദേഹം ചിക്കാഗോയിലെ വിവിധ സഭകളുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകി. ഷിക്കാഗോ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ മുൻ സീനിയർ പാസ്റ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷകളിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് വീണ്ടും ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും അറിയിക്കുകയും ചെയ്യുന്നു. ചർച്ച് ഓഫ് ഗോഡിൻ്റെ 103ാമത് ജനറൽ കൺവെൻഷൻ കഴിഞ്ഞ ഞായറാഴ്ച സംയുക്ത സഭായോഗത്തോടെ സമാപിച്ചു. വൻ ജനപങ്കാളിത്തമാണ് സഭായോഗം ഉൾപ്പെടെയുള്ള വിവിധ ദിവസങ്ങളിൽ തിരുവല്ലയിൽ കണ്ടതെന്ന് അവിടെയുള്ള പ്രതിനിധികൾ രേഖപ്പെടുത്തുന്നു. തിരുവത്താഴ ശുശ്രൂഷകൾക്ക് സൗത്ത് ഏഷ്യൻ സൂപ്രണ്ട് പാസ്റ്റർ CC തോമസ് നേതൃത്വം നൽകി. സഭയുടെ ജനറൽ ഓവർസിയർ പാസ്റ്റർ Y റെജി ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് ഈ വർഷത്തെ കൺവെൻഷന് നേതൃത്വം നൽകിയത്. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലയാളം ഡിസ്ട്രിക്ട് കൺവെൻഷൻ ആരംഭിച്ചു. ജനുവരി 26 പറന്തൽ അടൂരിനടുത്തുള്ള പറന്തൽ വെച്ചാണ് കൺവെൻഷൻ ആരംഭിച്ചത്. സഭയുടെ സൂപ്രണ്ട് പാസ്റ്റർ TJ ഷാമുവൽ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. വിശ്വാസികൾ ദൈവഹിതം മനസ്സിലാക്കി അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് ജീവിതം നയിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വിശ്വാസികളോട് ഉത്ബോധിപ്പിച്ചു. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ വിവിധ ഓഫീസുകളുടെ ഉദ്ഘാടനവും ഈ ദിവസങ്ങളിൽ അവിടെ വെച്ച് നടന്നു. പറന്തൽ കൺവെൻഷൻ ഗ്രൗണ്ടിന് സമീപത്തായി കേരള സ്റ്റേറ്റിൻ്റെ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ ഓഫീസുകളും സൂപ്രണ്ടിൻ്റെ ഓഫീസുകളും ഉൾപ്പെടെയുള്ള കെട്ടിട സമുച്ചയമാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത്. ന്യൂയോർക്കുള്ള പാസ്റ്റർ വിൽസൺ ജോസ് അതിൻ്റെ ഗ്രൗണ്ട് ലെവലും പാസ്റ്റർ ക്യാപ്റ്റൻ സ്റ്റാൻലി ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള AGFI യുടെ കമ്മിറ്റി അംഗങ്ങൾ സമാഹരിച്ച പണം കൊണ്ട് പണിതീർത്ത 2ാമത്തെ നിലകളും ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്തു. നിരവധി പേരാണ് ഈ സമ്മേളനത്തിലും ഓഫീസ് ഉദ്ഘാടനത്തിലും പങ്കെടുത്തത്. പാസ്റ്റർമാരായ TJ ഷാമുവിന് പുറമെ സെക്രട്ടറി പാസ്റ്റർ തോമസ് ഫിലിപ്പ്, അസിസ്റ്റൻ്റ് സൂപ്രണ്ട് പാസ്റ്റർ ഐസക് V മാത്യു, മുൻ ജനറൽ സെക്രട്ടറി KJ മാത്യു, അങ്ങനെ നിരവധി പേർ ദൈവവചനം ഈ ദിവസങ്ങളിൽ സംസാരിച്ചു. വ്യാഴാഴ്ച നടന്ന സമ്മേളനത്തിൽ പാസ്റ്റർ ബാബു ചെറിയാൻ പിറവം ദൈവവചനം സംസാരിച്ചു. കേരളത്തിൽ അടുത്തിടെ നടന്ന തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച പെന്തക്കോസ്ത് വിശ്വാസികളെ പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആദരിക്കുന്നു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് വിവിധ തലങ്ങളിൽ ജയിച്ച പ്രവർത്തകരെയാണ് PCI ഫെബ്രുവരി മാസം 10 തിരുവല്ലയിൽ വെച്ച് അനുമോദിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി നിരവധി പെന്തക്കോസ്ത് വിശ്വാസികൾ പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ മുനിസിപ്പൽ ലെവലിൽ ജയിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെ ഒന്നിച്ചു കൂട്ടി തിരുവല്ലയിൽ അവരെ അനുമോദിക്കുന്നതിനും അവരോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുമുള്ള ഒരു പ്രത്യേക സമ്മേളനമാണ് സംഘടിപ്പിക്കുന്നതെന്ന് PCI ഭാരവാഹികൾ പറഞ്ഞു. വീണ്ടും ദുഃഖത്തോടെ ചില മരണ വാർത്തകൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഉദയ്പൂർ ഫിലദൽഫിയ ബൈബിൾ കോളേജിൻ്റെ പ്രസിഡൻറ്റും എക്സൽ മിനിസ്ട്രീസിൻ്റെ ചെയർമാനുമായ റവറൻഡ് തമ്പി തോമസിൻ്റെ ഭാര്യ സിസ്റ്റർ മോളി മാത്യു അറ്റ്ലാന്റയിൽ കഴിഞ്ഞ ദിവസം നിത്യത്തിലേക്ക് പ്രവേശിച്ചു. 69 വയസ്സായിരുന്നു പ്രായം. സംസ്കാരം ഫെബ്രുവരി മാസം 6, 7 തീയതികളിൽ അറ്റ്ലാന്റയിൽ നടക്കും. പാസ്റ്റർ MJ എബ്രഹാമിൻ്റെ മാതാവ് സിസ്റ്റർ മേരി ജോൺ 92 വയസ്സ് കേരളത്തിൽ വെച്ച് നിത്യയിലേക്ക് പ്രവേശിച്ചു. പായിപ്പാട്ട് മറ്റത്തിൽ കുടുംബാംഗമാണ്. രാജു ജോൺ, പാസ്റ്റർ MJ എബ്രഹാം, അന്നമ്മ ചാക്കോ, മേഴ്സി ഉല്ലാസ്, ലാലി തോമസ് ചിക്കാഗോ, തോമസ് ജോൺ എന്നിവരാണ് പരേതയുടെ മക്കൾ. ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭയുടെ മുൻ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ PK ചാക്കോയുടെ മൂത്ത മകൾ സിസ്റ്റർ അന്നമ്മ സാമുവൽ കഴിഞ്ഞ ആഴ്ചയിൽ നിത്യത്തിലേക്ക് പ്രവേശിച്ചു. സംസ്കാര ശുശ്രൂഷകൾ ഫെബ്രുവരി മാസം 6, 7 തീയതികളിൽ സിയാറ്റിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. പരേതനായ ബ്രദർ ജെഫ്രി K സാമുവലാണ് ഭർത്താവ്.
സിയാറ്റിൽ ഇന്ത്യ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പ്രാരംഭ പ്രവർത്തകരും അതിൻ്റെ സ്ഥാപക അംഗങ്ങളുമാണ് നിത്യയിലേക്ക് പ്രവേശിച്ച ജെഫ്രി കെ സാമുവലും കുടുംബവും. ലത, ലീന എന്നിവർ മക്കളും, സിസ്റ്റർ ലില്ലി പുന്നൂസ്, സാലി എബ്രഹാം എന്നിവർ സഹോദരിമാരുമാണ്. വീണ്ടും നിത്യയിലേക്ക് പ്രവേശിച്ച പ്രിയ കുഞ്ഞുമോളമാമയുടെ വിയോഗത്തിൽ ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും ഞങ്ങൾ ഈ സമയത്ത് കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. നിത്യയിലേക്ക് പ്രവേശിച്ച പാസ്റ്റർ ബെഞ്ചമിൻ തോമസിൻ്റെ ന്യൂയോർക്ക് സംസ്കാര ശുശ്രൂഷകൾ ഇന്നലെ വ്യാഴാഴ്ചയും ഇന്ന് വെള്ളിയാഴ്ചയും നാളെ ശനിയാഴ്ചയുമായിട്ട് ന്യൂയോർക്കിൽ വെച്ച് നടത്തപ്പെടുന്നു. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5 മണി മുതൽ 9 മണി വരെയും ശനിയാഴ്ച രാവിലെ 8:30 മുതലുമാണ് ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. ഷിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സൂം മീറ്റിംഗ് ഫെബ്രുവരി മാസം 14 നടത്തപ്പെടുമെന്ന് സംഘടനയുടെ ഭാരവാഹികളായ സിസ്റ്റർ മോളി എബ്രഹാം, സിസ്റ്റർ ഗ്രേസി തോമസ് എന്നിവർ അറിയിച്ചു. ഈ സൂം മീറ്റിംഗിൽ സിസ്റ്റർ പെർസിസ് ജോൺ, സിസ്റ്റർ റൂത്ത് മാത്യു എന്നിവർ ദൈവവചനം സംസാരിക്കും. ICPF USA ആഭിമുഖ്യത്തിലുള്ള സൂം മീറ്റിംഗ് ഫെബ്രുവരി മാസം 1 വൈകിട്ട് 7 മണി മുതൽ നടത്തപ്പെടുമെന്ന് ICPF USA ഭാരവാഹികൾ അറിയിക്കുന്നു. പാസ്റ്റർ ജോബി തോമസ് മുഖ്യ സന്ദേശം നൽകുന്നതാണ്. വർഷം ജൂലൈ ആദ്യത്തെ വാരം ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന 40ാമത് പിസീന കോൺഫറൻസിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി നടത്തപ്പെടുന്ന 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന തുടരുന്നു. ഇന്ന് 21ാമത്തെ ദിവസമാണ്. ജനുവരി മാസം 10 ആരംഭിച്ച 40 ദിവസത്തെ തുടർമാന ഉപവാസ പ്രാർത്ഥനകൾ ഫെബ്രുവരി 18 അവസാനിക്കുന്നത്. ഇതുകൂടാതെ എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ബുധനാഴ്ച സഹോദരിമാരുടെ പ്രത്യേക പ്രാർത്ഥനയും എല്ലാ മാസത്തിൻ്റെയും രണ്ടാമത്തെ ചൊവ്വാഴ്ച ഇൻ്റർനാഷണൽ പ്രെയർ ലൈനായിട്ടും ഓൺലൈനിൽ പ്രാർത്ഥന നടന്നു വരുന്നു. എല്ലാ ഞായറാഴ്ചയും ഈ ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും ഓൺലൈനിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഞായറാഴ്ചത്തെ പ്രാർത്ഥന 8 മണി മുതൽ 9 മണി വരെയും, ബുധൻ ചൊവ്വ ദിവസങ്ങളിലെ പ്രാർത്ഥന ചിക്കാഗോ സമയം വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെയുമാണ് നടക്കുന്നത്. അടുത്ത പ്രധാന പ്രാർത്ഥന ഫെബ്രുവരി മാസം 10 ചൊവ്വാഴ്ച വൈകിട്ട് നടത്തപ്പെടുന്നതാണ്. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ ജോർജ് ഫിലിപ്പ് ഫ്ലോറിഡ ദൈവവചനം സംസാരിക്കും. പാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജ് സമ്മേളനത്തിന് നേതൃത്വം നൽകും. പിസിനാക്കിൻ്റെ പ്രൊമോഷണൽ മീറ്റിംഗ് ഫെബ്രുവരി മാസം 15 ഡാളസിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഡാളസിലുള്ള ഷാരോൺ ഫെലോഷിപ്പ് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് പ്രൊമോഷണൽ മീറ്റിംഗ് നടക്കുന്നത് ഫെബ്രുവരി മാസം 15. പിസിനാക്കിൻ്റെ ലോക്കൽ കമ്മിറ്റി വിപുലീകരിക്കുന്നു. പിസിനാക്ക് കോൺഫറൻസ് അടുത്തു വരുന്നതോടുകൂടെ നിരവധി വോളണ്ടിയേഴ്സിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഷിക്കാഗോ സിറ്റിയിൽ താമസിക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കുക. പിസിനാക്കിൻ്റെ ലോക്കൽ കമ്മിറ്റിയിൽ ചേർന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ ഫെബ്രുവരി മാസം 1 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് സയോൻ ക്രിസ്ത്യൻ ചർച്ചിൽ എത്തിച്ചേരണമെന്ന് ലോക്കൽ ഭാരവാഹികൾ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ വിവിധ അസൈൻമെൻറ്റ് അവിടെ വെച്ച് അതിൻ്റെ ബന്ധപ്പെട്ടവർ നൽകുന്നതാണ്. നിരവധി വോളണ്ടിയേഴ്സിന് ആവശ്യമുള്ളതുകൊണ്ട് സഹോദരന്മാരും അതുപോലെ തന്നെ യൂത്ത് വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഈ സമ്മേളനത്തിൽ വന്ന് പങ്കെടുത്ത് സഹകരിക്കണമെന്ന് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ലോക്കൽ കൺവീനർ പാസ്റ്റർ ജിജു ഉമ്മൻ, സെക്രട്ടറി ഡോക്ടർ ബിജു ചെറിയാൻ എന്നിവർ അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫെബ്രുവരി മാസം 1 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് സയോൺ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ചാണ് ഈ പ്രത്യേക സമ്മേളനം നടക്കുന്നത്. രാജസ്ഥാനിൽ ദീർഘകാലം പ്രവർത്തിച്ച ഇപ്പോൾ ചിക്കാഗോയിൽ വിശ്രമ ജീവിതം നയിക്കുന്ന പാസ്റ്റർ KV എബ്രഹാമിന് കഴിഞ്ഞ ആഴ്ചയിൽ 92 വയസ്സ് പൂർത്തിയായി. ഉദയ്പൂർ കേന്ദ്രമാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. IPC സ്ഥാപകന്മാരിൽ ഒരാളായ പാസ്റ്റർ ചേത്തക്കൽ ഗീവറീച്ചൻ എന്ന ദൈവദാസൻ്റെ മകനാണ് പാസ്റ്റർ KV എബ്രഹാം. 92 വയസ്സ് പൂർത്തിയാക്കുന്ന അദ്ദേഹത്തെ ഷിക്കാഗോ ഗോസ്പൽ മീഡിയ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തി അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചു. വീണ്ടും ഷിക്കാഗോയിലുള്ള എല്ലാ വിശ്വാസികളുടെയും അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള നിരവധി ശുശ്രൂഷകന്മാരും അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ അറിയിച്ചിട്ടുണ്ട്. 92ാമത്തെ വയസ്സിൽ ഞങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ആയുസ്സും പ്രായവും ഒക്കെ ഒരു ബോണസാണ്. ചെറിയ പ്രായത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് ആലോചന കേട്ട് നോർത്ത് ഇന്ത്യയിൽ പോയി ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തിന് ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുത്ത് മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും ഏകദേശം 5 തലമുറകളെ കണ്ട് അദ്ദേഹം ഷിക്കാഗോയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ വിശ്രമ ജീവിതം നയിക്കുന്നു. അദ്ദേഹത്തിന് വീണ്ടും ഞങ്ങളുടെ ജന്മദിനാശംസകൾ അറിയിക്കുന്നു. മാരാമൺ കൺവെൻഷൻ ഫെബ്രുവരി മാസം 8 മുതൽ 15 വരെ മാരാമൺ മണൽപ്പുറത്ത് നടക്കുന്നു. മർത്തോമ മെട്രോപൊളിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും.
കഴിഞ്ഞ 1.5 ആഴ്ചത്തോളമായി അമേരിക്കയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കടുത്ത തണുപ്പിൻ്റെ പിടിയിലാണ്. പല സംസ്ഥാനങ്ങളിലും സ്നോയുടെ ആധിക്യമുണ്ട്. തണുപ്പ് സബ് സീറോയിലേക്ക് പോയി. മിക്ക സംസ്ഥാനങ്ങളിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. നമ്മുടെ മിക്ക സഭായോഗങ്ങളും കഴിഞ്ഞ ആഴ്ചയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഞായറാഴ്ച സൂം മീറ്റിങ്ങിലാണ് നടന്നത്. ടെമ്പറേച്ചറിന് അല്പം മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് വീണ്ടും നമ്മുടെ എല്ലാ പ്രേക്ഷകരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഏകദേശം 42 പേരാണ് ഈ കഴിഞ്ഞ 1.5 ആഴ്ചയിലെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് മരണപ്പെട്ടത്. മിക്കവരും സ്നോ മാറ്റുന്ന സമയത്തുണ്ടായ അപകടത്തിലാണ് അല്ലെങ്കിൽ അത്യാഹിതത്തിലാണ് മരണപ്പെട്ടതെന്ന് പത്രങ്ങൾ രേഖപ്പെടുത്തുന്നു. ഒരുപക്ഷെ ഒറ്റയടിക്ക് സ്നോ മാറ്റുമ്പോഴുണ്ടാകുന്ന ഹൃദയാഘാതമാണ് മിക്ക മരണങ്ങളുടെയും കാരണമെന്ന് ആണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ സ്നോ മാറ്റുമ്പോഴും തണുപ്പ് ഉള്ള ഈ ശൈത്യകാലത്തും പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളിൽ കൂടെ നമ്മുടെ പ്രേക്ഷകരെ കടന്നു പോകണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് വീണ്ടും ഓർപ്പിക്കുന്നു. കേരളത്തിൽ ഇന്നലെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. അതിൻ്റെ അകത്തെ ഒരു പ്രത്യേകതയുള്ളത്, കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പെൻഷൻ നൽകുവാൻ കേരള മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു. അവിവാഹിതരായിരിക്കുന്ന 50 വയസ്സിന് മുകളിലുള്ള മഠത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ മന്ദിരം, മഠം, കോൺവെൻറ്റ്, ആശ്രമം, സന്യാസിനി സമൂഹം ഇങ്ങനെയുള്ളവരുടെ പേരിൽ സ്ത്രീ സുരക്ഷയുടെ ഉള്ള ബന്ധത്തിലാണ് ഈ പ്രത്യേക പെൻഷൻ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നത്. അതനുസരിച്ച് ഒരു പക്ഷേ അവിവാഹിതരായി ദൈവവേല ചെയ്യുന്ന TPM പോലുള്ള സഭകളിലെ സഹോദരിമാർക്കും ഇതുപോലുള്ള പെൻഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ചില പെന്തക്കോസ്ത മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. സാധാരണഗതിയിൽ ഒരു ചോദ്യമാണ്, OCI കാർഡുള്ളവർ, ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ കാർഡുള്ളവർക്ക് കേരളത്തിൽ എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യാതിരിക്കാം. പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ കേരളത്തിൽ ജനറൽ കൺവെൻഷനുകൾ നടന്നപ്പോൾ ഒത്തിരി അമേരിക്കൻ സിറ്റിസൺസ് OCI കാർഡുള്ളവർ ഈ കൺവെൻഷനിൽ പങ്കെടുത്തു. പലരും കൺവെൻഷനിൽ പ്രസംഗിക്കുവാൻ ആഗ്രഹിച്ചു. ചിലർ പ്രസംഗിച്ചു, ചിലർ കൺവെൻഷനിലെ ശ്രോതാക്കളായിട്ട് അവിടെ എത്തി. എന്നാൽ OCI കാർഡുള്ളവർക്ക് കേരളത്തിൽ, ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിക്കാൻ സാധിക്കുമോ? അതിന് ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെയാണ്. OCIയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ, അതിൻ്റെ നിബന്ധനകളിൽ പറയുന്നത് അവർക്ക് റിലീജിയസ് ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ അവർക്ക് റിലീജിയസ് വിസ ഉണ്ടായിരിക്കണം. OCI കാർഡുള്ളവർ റിലീജിയസ് ആക്ടിവിറ്റി ചെയ്യാൻ പാടില്ല എന്ന് അതിൻ്റെ പ്രത്യേക നിബന്ധനകളിൽ പറയുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അമേരിക്കയിൽ നിന്ന് പോയ ചിലർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് തിരുവനന്തപുരത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ബ്യൂറോ കൊടുത്തതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അതുകൊണ്ട് OCI കാർഡുള്ളവർ സുവിശേഷ വേല ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രാണവായുവിന് തുല്യമാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. എന്നാൽ അങ്ങനെയുള്ളവർ മിഷണറി വിസ എടുത്തുകൊണ്ട് വേണം ഇന്ത്യയിൽ ചെന്ന സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനെന്നാണ് പ്രത്യേകമായിരിക്കുന്ന അറിയിപ്പുകളിലൊക്കെ പറയുന്നത്. OCI കാർഡുള്ളവർക്ക് റിലീജിയസ് വിസ ഉള്ളതുപോലെ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.